ബാക്കി വരുന്ന ബ്രെഡ് വെച്ചിട്ട് നമുക്ക് അടിപൊളി ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇനി ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ കടയിൽ പോകണ്ട കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ബാക്കി വന്ന ബ്രെഡ് കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കി ഗ്രൈൻഡറിലിട്ട് കൊടുക്കുകയാണ്. ഗ്രൈൻഡറിലിട്ടതിന് ശേഷം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ആൻഡ് എല്ലാ ബ്രെഡും ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പൊടിച്ച ബ്രെഡ് ക്രംസ് എല്ലാം ആഡ് ചെയ്യുവാണ്. ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഒന്ന് അതിൻ്റെ ടെക്സ്ചർ നോക്കുക, ക്രഞ്ചി ആവുന്നുണ്ടോ എന്ന് നോക്കുക, ഓവർ റോസ്റ്റ് ആവാണ്ടിരിക്കാനാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ബ്രെഡ് ക്രംസ് എല്ലാം നല്ല ഗോൾഡൻ ബ്രൗണായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ടേൺ ഓഫ് ചെയ്ത് ഒരു 2 മിനിറ്റ്സ് കൂടി എക്സ്ട്രാ ഇളക്കുന്നുണ്ട്. ബിക്കോസ് ഇത് അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ചൂടാറി കഴിയുമ്പോഴത്തേനും ഈ ബ്രെഡ് ക്രംസ് വീണ്ടും ഗ്രൈൻഡറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. നമ്മുടെ അടിപൊളി ബ്രെഡ് ക്രംസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്കൊരു കണ്ടെയ്നറിൽ ഒരു 6 മന്ത്സോളം സൂക്ഷിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.